എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 നാളെ തുടങ്ങുകയാണ്. അതായത് ഒരു പുതുവർഷം കൂടി വരികയാണ്. ഈ സമയത്ത് നമ്മൾ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ പുതിയ കലണ്ടറുകൾ വാങ്ങുകയോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ ലഭിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. പൊതുവേ നാം പഴയ കലണ്ടർ കിടന്നിടത്ത് തന്നെയാണ് പുതിയ കലണ്ടർ തൂക്കിയിടുന്നത്. എന്നാൽ ഇത്തവണ വാസ്തുശാസ്ത്രം അനുശാസിക്കുന്ന രീതിയിൽ കലണ്ടർ ഒന്ന് സ്ഥാപിച്ചു നോക്കിയാലോ. സമയത്തെയും കാലത്തെയും പ്രതിനിധീകരിക്കുന്ന ഒന്നാണ് കലണ്ടർ. അതിനാൽ ഇത് സ്ഥാപിക്കുന്ന ദിശയ്ക്കനുസരിച്ചുള്ള ഫലങ്ങളും വ്യത്യസ്തമായിരിക്കും. കലണ്ടർ കിഴക്ക് ഭാഗത്തേക്ക് സ്ഥാപിക്കുന്നത് ശുഭഫലങ്ങൾ കൂടുതലും പ്രദാനം ചെയ്യുന്നതാണ്. വളർച്ചയെയും വിജയത്തെയും ഒക്കെ കുറിക്കുന്ന ഭാഗമാണ് കിഴക്ക് ഭാഗം. സൂര്യൻ്റെ ഉദയചിത്രം ആലേഖനം ചെയ്ത കലണ്ടറാണെങ്കിൽ അത് ഇരട്ടി ഭാഗ്യം നൽകും എന്നാണ് വിശ്വാസം. അതുപോലെ കുബേരൻ്റെ ദിക്കാണ് വടക്ക് ഭാഗം. വടക്ക് ഭാഗത്തേക്ക് സ്ഥാപിച്ചിരിക്കുന്ന കലണ്ടറിനടുത്തായി പച്ച നിറത്തിലുള്ള ചിത്രങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളച്ചാട്ടമോ അതുപോലെ ആരുടെയെങ്കിലുമൊക്കെ വിവാഹ ചിത്രമോ ഒക്കെ വയ്ക്കുന്നത് നല്ല ഗുണഫലങ്ങൾ നൽകുന്നതാണ്. ഊർജത്തിൻ്റെ സ്വാഭാവികമായ പ്രസരണ ശേഷിയുള്ള ഭാഗമാണ് പടിഞ്ഞാറ് ഭാഗം. ബിസിനസ് സംബന്ധമായ ഉയർച്ചയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കലണ്ടർ തൂക്കുന്നത് വളരെ നല്ലതാണ്. കൂടുതൽ അഭിവൃദ്ധിക്കായി വ്യാപാര സ്ഥാപനങ്ങളിലും ഒക്കെ പടിഞ്ഞാറ് ദിശയിലേക്ക് വേണം കലണ്ടറുകൾ സ്ഥാപിക്കാൻ. തെക്ക് ഭാഗത്തേക്ക് തിരിച്ച് കലണ്ടർ തൂക്കുന്നത് ദൗർഭാഗ്യകരമാണെന്നാണ് പറയുന്നത്. അത് ധനാഗമനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒന്നാണ് തെക്ക് ഭാഗത്തേക്ക് കലണ്ടറുകൾ തൂക്കുന്നത്. കൂടാതെ ഗ്രഹനാഥനെ പല രീതിയിലുള്ള രോഗങ്ങളെ, ബുദ്ധിമുട്ടുകളെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ ഒക്കെ ഈ ഭാഗത്തേക്ക് കലണ്ടർ തൂക്കിയാൽ വരും എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. പൊതുവേ പറഞ്ഞാൽ തെക്കു ഭാഗം ഒഴിച്ച് ബാക്കി ദിശകളിലേക്ക് കലണ്ടർ സ്ഥാപിക്കാവുന്നതാണ്. ഓരോ ഭാഗത്തിനും ഓരോ ഫലങ്ങളാണെന്നേയുള്ളൂ. അതുപോലെ കലണ്ടറൊക്കെ തൂക്കുമ്പോൾ കലണ്ടറിൽ ക്രൂര മൃഗങ്ങളുടെ ചിത്രങ്ങൾ, അതുപോലെ എന്തെങ്കിലും നെഗറ്റീവ് ചിത്രങ്ങളൊക്കെ ഉള്ള പടങ്ങൾ ഉള്ള കലണ്ടർ തൂക്കാൻ പാടില്ല. ഇത് കൂടുതലും നെഗറ്റീവ് ഊർജത്തിന് കാരണമാകുന്നതാണ്. നമ്മുടെ ഭവനത്തിലേക്ക് വരുന്ന പോസിറ്റീവ് ഊർജത്തെ ഈ ചിത്രങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനാൽ പ്രധാന വാതിലിൽ നിന്ന് കാണത്തക്ക രീതിയിൽ ഒരിക്കലും കലണ്ടർ സ്ഥാപിക്കുകയും ചെയ്യരുത്. കലണ്ടർ ഭിത്തിയിലൊക്കെ തൂക്കിയിടുന്നതാണ് നല്ലത്. കതകിന് പുറകിലായോ അല്ലെങ്കിൽ ജനലിലോ ഒക്കെ കലണ്ടർ സ്ഥാപിക്കുന്നത് ഒഴിവാക്കുക. ഈ പുതുവർഷം ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഒന്ന് കലണ്ടർ സ്ഥാപിച്ചു നോക്കൂ. എന്തെങ്കിലും ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.